നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. നൈജീരിയയിൽ 18 ഇന്ത്യൻ നാവികരെ കടൽ കൊള്ളക്കാർ ബന്ദികളാക്കി. ഹോങ്കോങ് രജിസ്ട്രേഷനുള്ള കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയത് പശ്ചിമ ആഫ്രിക്കൻ തീരത്ത്. നൈജീരിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് കേന്ദ്ര സർക്കാർ. സൗദിയിൽ ആശ്രിത വിസയിലുള്ളവർക്ക് പ്രത്യേകം എക്സിറ്റ് വിസ ആവശ്യമില്ലെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. ഗൃഹനാഥൻ ഫൈനൽ എക്സിറ്റ് വിസ നേടിയാൽ ആശ്രിതരെയും ഫൈനൽ എക്സിറ്റ് വിസ നേടിയതായി കണക്കാക്കും. ഗൃഹനാഥന്റെ ഇക്കാമയോടൊപ്പം ആശ്രിതരുടെ ഇക്കാമ പുതുക്കുന്നതിനും അവസരം. പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക വിന്യാസത്തിനൊരുങ്ങുന്നുവെന്ന വാർത്ത നിഷേധിച്ച അമേരിക്ക. ഇറാനെ ആക്രമിക്കാൻ സൈനികരെ അയക്കുന്ന കാര്യം പരിഗണിക്കുന്നില്ലെന്ന് പെന്റഗൺ. വാർത്ത പുറത്തുവിട്ടത് വാൾസ്ട്രീറ്റ് ജേണൽ. ആഫ്രിക്കൻ രാജ്യമായ മൗറിത്താനിയയ്ക്ക് സമീപം ബോട്ട് മുങ്ങി 58 മരണം. അപകടത്തിൽപ്പെട്ടത് ഗാംബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് പുറപ്പെട്ട കുടിയേറ്റക്കാർ. യാത്രാമധ്യേ ഇന്ധനം തീർന്നത് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. വിശദമായ വാർത്തകൾ നോക്കാം. UAEയിൽ ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുന്നുവെന്ന വ്യാജ വെബ്സൈറ്റിലെ ലേഖനത്തിന്റെ അവകാശവാദം നിഷേധിച്ച് UAEയിലെ സെൻട്രൽ ബാങ്ക്. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഡിസംബർ 4-ന് ഒരു വ്യാജ വെബ്സൈറ്റിലാണ് UAE ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അംഗീകരിക്കുന്നുവെന്ന തരത്തിൽ വ്യാജലേഖനം പ്രസിദ്ധീകരിച്ചത്. UAE സെൻട്രൽ ബാങ്കിന്റേതെന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി അനുകൂല പ്രസ്താവന ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനം മണിക്കൂറുകൾ കൊണ്ട് രാജ്യം മുഴുവൻ ചർച്ചയായിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സെൻട്രൽ ബാങ്ക് അധികൃതർ ഇത്തരത്തിലൊരു പ്രസ്താവന ബാങ്ക് നൽകിയിട്ടില്ലെന്നും ലേഖനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന വിശദീകരണവുമായി രംഗത്തെത്തിയത്. സ്വകാര്യ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ അംഗീകരിക്കുന്നു എന്ന സെൻട്രൽ ബാങ്ക് ഗവർണറുടെ പ്രസ്താവനയാണ് ലേഖനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ബാങ്ക് നിലപാട് സുതാര്യമാണെന്നും സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളോ പദ്ധതികളോ സെൻട്രൽ ബാങ്ക് അംഗീകരിക്കുന്നില്ല എന്നും വ്യക്തമാക്കിയ സെൻട്രൽ ബാങ്ക് അധികൃതർ UAEയിൽ ഇതുവരെയും ലൈസൻസുകളൊന്നും നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി. സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം, വിലയിലെ മൂല്യവ്യത്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് സെൻട്രൽ ബാങ്ക് കരുതുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ അസറ്റുകളാണ് ക്രിപ്റ്റോ കറൻസികൾ. 2017 ജനുവരി 1-ന് രാജ്യത്തെ ഡിജിറ്റൽ കറൻസി ഇടപാടുകൾ സംബന്ധിച്ച മാർഗരേഖ റെഗുലാരിറ്റി ഫ്രെയിംവർക്ക് എന്ന പേരിൽ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയിരുന്നു. ആഗിൻ ഗിപ്രം, 24 അബുദാബി. ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം തുടർച്ചയായി റദ്ദാക്കുന്നത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. ചൊവ്വാഴ്ച പുറപ്പെടേണ്ടിയിരുന്ന യാത്രക്കാർ ഇന്നാണ് കൊച്ചിയിലേക്ക് തിരിച്ചത്. ഇന്നലെ യാത്ര ചെയ്യേണ്ടിയിരുന്ന 400-ലധികം യാത്രക്കാർ ഇപ്പോൾ ജിദ്ദയിലെ ഹോട്ടലിലാണ്. എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്തിട്ട് 2-3 ദിവസമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച പോകേണ്ടതായിരുന്നു. വ്യാഴാഴ്ച കഴിഞ്ഞിട്ടില്ല. സ്വന്തം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ ജിദ്ദയിലിരുന്ന് വിതുമ്പുകയാണ് മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി സൈനുദ്ദീൻ. ചൊവ്വാഴ്ച പുറപ്പെടേണ്ടിയിരുന്ന ജിദ്ദ കൊച്ചി എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയതോടെ സൈനുദ്ദീന്റെ യാത്ര മുടങ്ങി. ഇന്നായിരുന്നു മകളുടെ വിവാഹം. ലഗേജ് വിട്ട് ബോർഡിംഗ് പാസ് നൽകിയ ശേഷമാണ് ഈ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയത്. മാറ്റാൻ വസ്ത്രങ്ങൾ പോലുമില്ലാതെ 2 ദിവസം പല യാത്രക്കാരും പ്രയാസപ്പെട്ടു. ഞങ്ങളിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഇവിടെ. കുഞ്ഞിന്റെ വിസ ഇന്നലെ തീർന്നതാണ്. പിന്നെ ഇത് അധികാരികൾക്കാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമെന്ന് പറയാനുള്ളൂ. വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളിവിടെ. കുഞ്ഞിനാണേലും ഭക്ഷണത്തിനാണേലും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള രീതിയിലാണ് അതിനായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇനിയെങ്കിലും ഈ ഒരു അവസ്ഥ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പോലുള്ള ഉംറക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായി വരും. ഉംറ തീർത്ഥാടകരുൾപ്പെടെ 400-ലധികം യാത്രക്കാരാണ് ഈ വിമാനത്തിൽ പോകേണ്ടിയിരുന്നത്. രോഗികളും കുട്ടികളും സ്ത്രീകളും വിസിറ്റ് വിസയുടെ കാലാവധി തീരാറായവരുമെല്ലാം കൂട്ടത്തിലുണ്ട്. ഉംറയ്ക്ക് വന്നവർ സ്ത്രീകളടക്കം കുട്ടികളടക്കം വയസ്സായവരടക്കമുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളെ മുഖ്യമന്ത്രിക്കും മന്ത്രി AK ബാലനും ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പ് മുഖേന. ഇതുവരെയ്ക്കും ആരും ഒന്നും നോക്കിയിട്ടില്ല. വെറും 15 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് പോകുന്ന ആളാണ് ഞാൻ. ഇന്ന് വരെ ഈ 3 ദിവസമായിട്ട് ഇങ്ങോട്ട്, അതായത് ബാത്റൂം ശരിയല്ല, ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് വെറും ചീപ്പായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ചൊവ്വാഴ്ച യാത്ര മുടങ്ങിയവർ ഇന്ന് രാത്രിയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. അതേസമയം ഇന്നലത്തെ കൊച്ചി വിമാനവും റദ്ദായി. ഈ യാത്രക്കാരെയും ജിദ്ദയിലെ ഹോട്ടലുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സാങ്കേതിക തകരാറാണ് വിമാനം മുടങ്ങാൻ കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി എയർലൈൻസിന്റെ നിരക്ക് കുറഞ്ഞ ക്ലാസുകളിൽ 23 കിലോഗ്രാമിന്റെ ഒരു ലഗേജ് മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു.
നേരത്തെ 23 കിലോഗ്രാമിന്റെ 2 ലഗേജ് സൗജന്യമായി അനുവദിച്ചിരുന്നു. എയർ ടിക്കറ്റുകളുടെ അടിസ്ഥാന ക്ലാസുകളിൽപ്പെട്ട വി, എൻ, ടി എന്നീ 3 വിഭാഗങ്ങളിലാണ് സൗജന്യമായി അനുവദിക്കുന്ന ലഗേജിന്റെ പരിധി 23 കിലോഗ്രാമായി ചുരുക്കിയത്. 23 കിലോയുടെ ഒറ്റ ലഗേജ് ആയിരിക്കണമെന്നും സൗദി എയർലൈൻസ് അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ ഇന്റർനാഷണൽ സെക്ടറിൽ ഇന്നലെ മുതൽ ലഗേജിന്റെ പരിധി പ്രാബല്യത്തിൽ വന്നു. അതേസമയം കുറഞ്ഞ ക്ലാസിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് 46 കിലോഗ്രാം സൗജന്യമായി അനുവദിക്കുന്നത് തുടരുമെന്നും സൗദിയ വ്യക്തമാക്കി. ഉയർന്ന നിരക്ക് ഈടാക്കുന്ന ക്യു, എൽ, എച്ച്, കെ ക്ലാസുകളിലെ ടിക്കറ്റ് യാത്രക്കാർക്ക് 23 കിലോയുടെ 2 ലഗേജുകൾ സൗജന്യമായി അനുവദിക്കും. ഡിസംബർ 4 മുമ്പ് പർച്ചേസ് ചെയ്ത കുറഞ്ഞ ക്ലാസിലെ ടിക്കറ്റുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് 23 കിലോയുടെ 2 ലഗേജുകൾ സൗജന്യമായി കൊണ്ടുപോകാൻ അനുവദിക്കുമെന്നും സൗദിയ വ്യക്തമാക്കി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദി അറേബ്യയിൽ മീഡിയ സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതായി മാധ്യമ വകുപ്പ് മന്ത്രി തുർക്കി അൽ ഷബാന പറഞ്ഞു. പ്രഥമ സൗദി മാധ്യമ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സൗദിയുടെ എല്ലാ പ്രവിശ്യകളിലും പ്രാദേശിക ടെലിവിഷൻ ചാനലുകളും റേഡിയോ നിലയങ്ങളും ആരംഭിക്കുമെന്ന് മാധ്യമവകുപ്പ് മന്ത്രി തുർക്കി അൽ ഷബാന വ്യക്തമാക്കി. റിയാദിൽ സമാപിച്ച മാധ്യമ സമ്മേളനത്തിൽ സൗദിയിലെ മാധ്യമങ്ങളുടെ ഭാവി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മീഡിയ ഇൻഡസ്ട്രിക്ക് സൗദി അറേബ്യ മികച്ച സ്ഥാനമാണ് നൽകുന്നത്. രാജ്യത്തെ സംബന്ധിച്ച വാർത്തകൾ സത്യസന്ധമായി പുറം ലോകത്ത് പ്രചരിപ്പിക്കുകയാണ് മാധ്യമ മന്ത്രാലയത്തിന്റെ ദൗത്യം. സൗദിയിൽ വിഷൻ 2030ന്റെ ഭാഗമായി നിരവധി പരിഷ്കരണങ്ങളാണ് നടപ്പിലാക്കുന്നത്. മാധ്യമ വ്യവസായത്തിനും ഇതിൽ പങ്കുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മതം, കായിക വിനോദം എന്നിവ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ കൂടുതൽ പരിഷ്കരിച്ച ജനങ്ങളിലെത്തിക്കും. സൗദി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി മാധ്യമ മേഖലയിലുള്ള പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി തുർക്കി അൽ ഷബാന വ്യക്തമാക്കി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദിയിൽ തൊഴിൽ കോടതികളിൽ 40,000-ലധികം കേസുകൾ തീർപ്പായതായി അധികൃതർ വെളിപ്പെടുത്തി. ഒരു വർഷത്തെ കണക്കാണിത്. 7 തൊഴിൽ കോടതികളാണ് നിലവിൽ സൗദിയിലുള്ളത്. തൊഴിൽ കേസുകൾ തീർപ്പാക്കാനായി മാത്രം കഴിഞ്ഞ വർഷമാണ് സൗദിയിൽ തൊഴിൽ കോടതികൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 42,000-ഓളം തൊഴിൽ കേസുകൾ ഈ കോടതികൾ വഴി തീർപ്പാക്കിയതായി നിയമ മന്ത്രാലയം അറിയിച്ചു. വിവിധ കേസുകളിൽ 1,70,000-ഓളം സിറ്റിംഗുകൾ ഈ കാലയളവിൽ നടത്തി. ഓരോ കേസും ഏതാണ്ട് 23 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാൻ ഈ കോടതികൾ വഴി സാധിക്കുന്നുണ്ട്. രാജ്യത്താകെ 7 തൊഴിൽ കോടതികളാണുള്ളത്. റിയാദ്, മക്ക, ജിദ്ദ, അബഹ, ദമാം, ബുറൈദ, മദീന എന്നീ നഗരങ്ങളിലാണ് ഈ കോടതികൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ മറ്റു കോടതികളിലും തൊഴിൽ കേസുകൾ പരിഗണിക്കാനായി മാത്രം പ്രത്യേക സംവിധാനങ്ങളുണ്ട്. രാജ്യത്തെ നിക്ഷേപകരുടെയും തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് തൊഴിൽ കോടതികൾ സ്ഥാപിച്ചതെന്ന് നിയമമന്ത്രി വലീദ് മുഹമ്മദ് അൽ സമാനി പറഞ്ഞു. നിക്ഷേപ സൗഹൃദ സാഹചര്യമൊരുക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലേബർ ഓഫീസിലെത്തുന്ന തൊഴിൽ കേസുകൾ 21 ദിവസത്തിനകം സമവായത്തിൽ എത്തിയില്ലെങ്കിൽ കോടതിക്ക് കൈമാറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 24, ജിദ്ദ. ഗൃഹനാഥൻ ഫൈനൽ എക്സിറ്റ് വിസ നേടിയാൽ ആശ്രിതരായ കുടുംബാംഗങ്ങളെയും ഫൈനൽ എക്സിറ്റ് വിസ നേടിയതായി കണക്കാക്കുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. ആശ്രിത വിസയിലുള്ളവർക്ക് പ്രത്യേകം എക്സിറ്റ് വിസ നേടേണ്ട ആവശ്യമില്ലെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഫൈനൽ എക്സിറ്റ് അനുവദിക്കുന്നത് തൊഴിലുടമ പാസ്പോർട്ട് ഡയറക്ടറേറ്റിനെ സമീപിക്കുമ്പോഴാണ്. ഇത്തരത്തിൽ ഫൈനൽ എക്സിറ്റ് നേടുന്ന വിദേശികളുടെ സ്പോൺസർഷിപ്പിൽ ആശ്രിതരായ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരും ഫൈനൽ എക്സിറ്റ് വിസ നേടിയതായി പരിഗണിക്കും. ഗൃഹനാഥൻ രാജ്യം വിടുന്നതോടെ ആശ്രിതരും രാജ്യം വിടൽ നിർബന്ധമാണെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. അതേസമയം ഗൃഹനാഥൻ സൗദിയിലും ആശ്രിത വിസയിലുള്ള കുടുംബാംഗങ്ങൾ വിദേശത്തും കഴിയുന്ന സാഹചര്യത്തിൽ താമസാനുമതി രേഖയായ ഇക്കാമ പുതുക്കുന്നതിന് തടസ്സമില്ല. ഗൃഹനാഥന്റെ ഇക്കാമയോടൊപ്പം ആശ്രിതരുടെ ഇക്കാമ പുതുക്കുന്നതിനും അവസരം ലഭിക്കും. ഇക്കാമ കാലാവധി അനുസരിച്ചാണ് റീ എൻട്രി വിസ അനുവദിക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദേശത്തുള്ള ആശ്രിതർ നിശ്ചിത കാലാവധിക്കകം സൗദിയിൽ പ്രവേശിക്കണം. ഗൃഹനാഥൻ ഇക്കാമ പുതുക്കി എന്നതുകൊണ്ട് മാത്രം ആശ്രിത വിസയിലുള്ളവരുടെ റീ എൻട്രി കാലാവധി ദീർഘിപ്പിക്കാൻ കഴിയില്ലെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദിയിൽ ശസ്ത്രക്രിയയിലൂടെ വേർപ്പെടുത്തിയ ലിബിയൻ സയാമിസ് ഇരട്ടകളെ ICUവിൽ നിന്നും മാറ്റി. നിലവിലെ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ സാഹചര്യത്തിലാണ് ഇരട്ടകളെ വാർഡിലേക്ക് മാറ്റിയതെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അബ്ദുല്ല അൽ റബിയ പറഞ്ഞു. സയാമീസ് ഇരട്ടകളായ അഹമ്മദ്, മുഹമ്മദ് എന്നിവരെ കഴിഞ്ഞ മാസം 14-നാണ് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ വേർപ്പെടുത്തിയത്. നാഷണൽ ഗാർഡ് മന്ത്രാലയത്തിന് കീഴിലുള്ള കിങ് അബ്ദുള്ള ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ.
കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സാധാരണ നിലയിൽ മുലയൂട്ടാൻ കഴിയുന്നുണ്ടെന്നും ആശുപത്രിയിലെത്തിയ ഡോക്ടർ അബ്ദുള്ള അൽ റബിയ പറഞ്ഞു. ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചികിത്സ തുടരണം. ഇതിന് 2 മുതൽ 3 മാസം വരെ കുട്ടികൾ ആശുപത്രിയിൽ തുടരണമെന്നും ഡോക്ടർ റബിയ വ്യക്തമാക്കി. 4 മാസത്തിനു ശേഷം കുട്ടികൾക്ക് മാതൃരാജ്യമായ ലിബിയയിലേക്ക് മടങ്ങാൻ കഴിയും. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സയാമീസ് ഇരട്ടകളുടെ ശസ്ത്രക്രിയയും ചികിത്സയും ഏറ്റെടുത്തത്. ഇതുവരെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 48 സയാമീസ് ഇരട്ടകളെ സൗദിയിൽ ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്തിയിട്ടുണ്ട്. നസറുദ്ദീൻ വിജയ്, 24, റിയാദ്. സഹിഷ്ണുതയുടെ മഹത്തായ സന്ദേശം പകർന്ന അബുദാബിയിൽ ക്ഷേത്രത്തിനടുത്ത് ക്രിസ്ത്യൻ പള്ളി ഉയരുന്നു. CSI സഭയ്ക്ക് ഇതിനായി അബുമുറൈക്കയിൽ 4.37 ഏക്കർ സ്ഥലമാണ് അബുദാബി ഗവൺമെന്റ് അനുവദിച്ചത്. അബുദാബിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CSI സഭാ മോഡറേറ്റർ മോസ്റ്റ് റവറൻഡ് തോമസ് കെ ഉമ്മനാണ് ഇക്കാര്യം അറിയിച്ചത്. CSI സഭയ്ക്ക് ആരാധനാലയം നിർമ്മിക്കുവാൻ സ്ഥലം അനുവദിച്ചു നൽകിയത് അബുദാബി ക്രൗൺ പ്രിൻസും UAE ആംഡ് ഫോഴ്സ് ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ്. അബുമുഗറയിൽ 10,000 ചതുരശ്രയടി വലിപ്പത്തിൽ 90 ലക്ഷം ദിർഹം മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ ശിലാസ്ഥാപന ശുശ്രൂഷ വെള്ളിയാഴ്ച അബുദാബി സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വൈകിട്ട് 6 മണിക്ക് നടക്കും. CSI സഭാ മോഡറേറ്റർ മോസ്റ്റ് റവറൻഡ് തോമസ് കെ ഉമ്മൻ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും. UAE സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യ അതിഥിയായിരിക്കും. സാമൂഹിക വികസന വകുപ്പ്, ഇസ്ലാമിക് അഫയേഴ്സ് വകുപ്പ് പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് CSI കൊയറിന്റെ പ്രത്യേക ഗാനാലാപനവും സഭയുടെ 40 വർഷം UAEയിൽ പൂർത്തിയാക്കിയ അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടക്കും. ശനിയാഴ്ച രാവിലെ 8:30 അബുമുഖറയിൽ ഫാദർ തോമസ് കെ ഉമ്മന്റെ കാർമ്മികത്വത്തിൽ ശിലാസ്ഥാപന ശുശ്രൂഷകളും നടക്കും. 1 വർഷത്തിനകം പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും പള്ളിയോട് ചേർന്ന് സാംസ്കാരിക കേന്ദ്രങ്ങളുടെ നിർമ്മാണവും പരിഗണനയിലുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CSI സഭാ മോഡറേറ്റർ മോസ്റ്റ് റവറൻഡ് തോമസ് കെ ഉമ്മൻ, മധ്യകേരള മഹായിടവക സെക്രട്ടറി ഫാദർ ജോൺ ഐസക്, CSI ഇടവക വികാരി ഫാദർ സോജി വർഗീസ് ജോൺ, ജനറൽ കോർഡിനേറ്റർ ചെറിയാൻ വർഗീസ്, മീഡിയ കോർഡിനേറ്റർ ബിജു ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 അബുദാബി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പള്ളിയുടെ പണി മക്കയിൽ പൂർത്തിയായി. ഹറം പള്ളിയോട് ചേർന്നുള്ള ഈ പള്ളിയിൽ 200 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. മക്കയിൽ ഹറം പള്ളിക്ക് സമീപത്തുള്ള ജബൽ ഉമർ പ്രോജക്ടിനോടനുബന്ധിച്ചാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പള്ളിയുള്ളത്. പള്ളിയുടെ പണി പൂർത്തിയായതായി അധികൃതർ വെളിപ്പെടുത്തി. ജബൽ ഉമർ പദ്ധതിയുടെ ഭാഗമായ 2 ടവറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പള്ളി പണിതിരിക്കുന്നത്. 161 മീറ്റർ ഉയരത്തിലാണ് പള്ളിയുള്ളത്. ഏതാണ്ട് 400 ടണ്ണാണ് നിസ്കരിക്കാനുള്ള സ്ഥലത്തിന്റെ ഭാരം. 400 ചതുരശ്ര മീറ്റർ ചുറ്റളവുള്ള ഈ സ്ഥലത്ത് ഒരേ സമയം 200 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. പള്ളിയുടെ ഏതാണ്ട് പകുതി സ്ഥലവും പ്രാർത്ഥിക്കാൻ എത്തുന്നവർക്കുള്ള മറ്റു സൗകര്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ്. ഹറം പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനകളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ സൗകര്യമുണ്ടാകും. വിശുദ്ധ കാബ ഉൾപ്പെടെ ഹറം പള്ളി പൂർണ്ണമായും കാണാൻ ഇവിടെ നിന്ന് സാധിക്കും. ജലീൽ കണമകലം, 24, ജിദ്ദ. അബുദാബിയെ പുളകമണിയിച്ച് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ വാക്കത്തോൺ ഏറെ ശ്രദ്ധേയമായി. അറബ് ലോകത്തെ പ്രമുഖരടക്കം 100 ആളുകളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. UAE 48ാമത് ദേശീയ ദിനത്തിൽ തങ്ങളെ പോറ്റുന്ന നാടിന്റെ ആഘോഷത്തിന് ഐക്യദാർഢ്യം പകരുന്നതിനു വേണ്ടി നടത്തിയ വാക്കത്തോണിൽ 100 ആളുകളാണ് പങ്കെടുത്തത്. ഉച്ചയ്ക്ക് കോർണിഷ് ഹിൽട്ടൺ ഹോട്ടലിന് എതിർവശത്തെ പാർക്കിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. ഉന്നത പോലീസ് മേധാവി സുൽത്താൻ സാലേം ഹുമൈദ് സാലേം അൽബാദി വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. അബുദാബി KMCC, അബുദാബി സുന്നി സെന്റർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റാലി വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളോടെയാണ് നടന്നത്. വനിതാ KMCCയുടെ കീഴിൽ 100 വനിതകളും കുട്ടികളും റാലിയിൽ അണിനിരന്നു. KMCCയുടെയും SKSSFന്റെയും വിവിധ ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ കീഴിൽ ബാൻഡ് മേളം, ദർഫുമുട്ട്, കോൽക്കളി ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾക്ക് പുറമെ മദ്രസ കുട്ടികളുടെയും ആകർഷകമായ പരിപാടികളും വാക്കത്തോണിന് മാറ്റുകൂട്ടി. പോലീസ് ഉദ്യോഗസ്ഥരും അറബ് പ്രമുഖരുമടക്കം ഉന്നതർ റാലിയിൽ അണിനിരന്നു. ആഗിൻ കിപ്രം, 24 അബുദാബി. നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ വിശ്വവിഖ്യാത നാടകം എന്റെ മകനാണ് ശരിയെന്ന പ്രസിദ്ധ നാടകം 68 വർഷങ്ങൾക്കു ശേഷം കടൽ കടന്ന് ഒമാനിലെ മലയാളി സമൂഹത്തിന് മുന്നിലെത്തുന്നു. മണ്ണും മണ്ണിലെ അധ്വാനവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പച്ചയായ ഒരു നേർക്കാഴ്ചയാണ് എന്റെ മകനാണ് ശരി. അധികാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും മറവിൽ മണ്ണിനെയും മണ്ണിൽ പണിയെടുക്കുന്ന അടിയാളരെയും ജന്മിത്തം എത്ര നികൃഷ്ടതയോടെ കാണുന്നു എന്ന് ഈ നാടകം വരച്ചു കാട്ടുന്നതായി നാടക സംവിധായകൻ അൻസാർ ഇബ്രാഹിം പറഞ്ഞു.
അധ്വാനിക്കുന്നവരുടെ മുൻപിൽ അധികാരവർഗത്തിന് അടിയറവ് പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിരവധി മാറ്റങ്ങൾക്ക് കാരണമായ നാടകം. ജനകീയ നാടക സമിതിയായ KPSC ആദ്യമായി അരങ്ങിലെത്തിച്ച നാടകമെന്ന വിശേഷണം കൂടിയുണ്ട് ഈ നാടകത്തിന്. കാമ്പിശ്ശേരി, PJ ആന്റണി, തോപ്പിൽ കൃഷ്ണപിള്ള, സാംബശിവൻ, O മാധവൻ, KS ജോർജ്, സുധർമ്മ, സുലോചന തുടങ്ങിയവർ അമരത്വം നൽകിയ കഥാപാത്രങ്ങളെ 68 വർഷങ്ങൾക്ക് ശേഷം തിയേറ്റർ ഗ്രൂപ്പ് മസ്കറ്റ് കലാകാരന്മാരാണ് പുനഃസൃഷ്ടിക്കുന്നത്. രംഗപടം ഒരുക്കുന്നത് സാക്ഷാൽ ആർട്ടിസ്റ്റ് സുജാതൻ തന്നെ. അശ്വമേധം, മുടിയനായ പുത്രനടക്കം 4 നാടകങ്ങൾക്ക് കിട്ടിയ അംഗീകാരത്തിന് ശേഷമാണ് ഈ നാടകം മസ്കറ്റിൽ പുനരാവിഷ്കരിക്കുന്നത്. നാടകം ഡിസംബർ 13-ന് റൂവി അൽഫലജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. 24 ഒമാൻ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.